ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് പാർലമെന്റിൽ ഇന്ന് തുടക്കം. ആദ്യം ലോക്സഭയിൽ, രാജ്യസഭയിൽ നാളെ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നയിക്കും. പ്രധാനമന്ത്രി സംസാരിക്കും. ശശി തരൂർ സംസാരിക്കില്ല. സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഉപരാഷ്ട്രപതിയാകാനില്ലെന്ന നിലപാടിൽ ഉറച്ച് ശശി തരൂർ. കേന്ദ്ര സർക്കാർ നിയോഗിച്ച ദൂതനെ വിവരമറിയിച്ചു. കേന്ദ്ര മന്ത്രിസഭയിലേക്കും ഇല്ല. BJP അംഗത്വം എടുത്തുകൊണ്ട് പദവി സ്വീകരിക്കാനില്ലെന്ന് തരൂർ. തരൂരിന്റെ തുടർ നീക്കങ്ങളിൽ ആകാംക്ഷ. പാലോട് രവി തിരുവനന്തപുരം DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ഇടയാക്കിയ ഫോൺ സംഭാഷണ വിവാദം KPCC അന്വേഷിക്കും. അച്ചടക്ക സമിതി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ട് KPCCക്ക് നൽകും. പാർട്ടി നടപടി തിരുവഞ്ചൂരിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുണ്ടാകും. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിൽ നിവിൻ പോളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. തലയോലപ്പറമ്പ് പോലീസിന്റെ നടപടി. നിർമ്മാതാവ് ഷംനാസ് നൽകിയ പരാതിയിൽ സംവിധായകൻ എബ്രിഡ് ഷൈനും നോട്ടീസ്. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാൻ ആവശ്യം. ജ്ഞാനസഭയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർക്കെതിരെ മന്ത്രിമാർ. അക്കാദമിക സമൂഹത്തിന് മുന്നിൽ VC-മാർ ഭാവിയിൽ തലകുനിച്ചു നിൽക്കേണ്ടി വരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. അക്കാദമിക് സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്ര ചിന്തയെയും കാവിത്തൊഴുത്തിൽ കെട്ടാൻ കൂട്ടുനിന്നു എന്നും വിമർശനം. RSS പരിപാടിക്ക് പോകുന്നവരെ തൽസ്ഥാനത്തിരുത്തേണ്ടതില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ജ്ഞാനസഭയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇടത് സംഘടനകൾ. കേരള, കണ്ണൂർ, കാലിക്കറ്റ് ആരോഗ്യ, കുഫോസ് VC-മാർ രാജിവെക്കണമെന്ന് SFI. ഗവർണറുടെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് VC-മാരെന്ന് വിമർശനം. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയെന്ന് സിറോ മലബാർ സഭ. മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് കണ്ണൂർ ഉദയഗിരി സ്വദേശിയായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അങ്കമാലി സ്വദേശി സിസ്റ്റർ പ്രീതി മേരിയെയും. മതേതര ഭരണഘടനയെ വർഗീയവാദികൾ വിചാരണ ചെയ്യുന്നുവെന്ന് മുഖപ്രസംഗമെഴുതി ദീപിക. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. ബെന്നി ബെഹനാനും ഹൈബി ഈഡനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധ ധർണയുണ്ടാകും. അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണനയ്ക്ക്. പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ. ശുചീകരണ തൊഴിലാളി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് വെളിപ്പെടുത്തിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലം മാർക്ക് ചെയ്യും. ഇദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സൂപ്പർവൈസറെ ഇന്ന് ചോദ്യം ചെയ്തേക്കും. തുടർ നീക്കം ആലോചിക്കാൻ SIT ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. പത്തനംതിട്ട കോയിപ്പുറത്ത് വള്ളം മറിഞ്ഞ് കാണാതായ 3ാമത്തെയാളെ കണ്ടെത്തിയില്ല. തിരുവല്ല സ്വദേശി ദേവ് ശങ്കരനായുള്ള തെരച്ചിൽ തുടരുന്നു. 2 പേരുടെ മൃതദേഹം കണ്ടെടുത്തു. അപകടമുണ്ടായത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ഹർജി നൽകിയത് നിയമവിദ്യാർത്ഥിനി കീർത്തന സരിൻ. തെരുവുനായ് ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാനാകുമോ എന്ന കാര്യത്തിലുള്ള നിലപാട് സർക്കാർ അറിയിക്കും. കീർത്തന ഹർജി നൽകിയത് തെരുവുനായ് ആക്രമണത്തിന് ഇരയായ പശ്ചാത്തലത്തിൽ. പാലക്കാട് ആശങ്ക പരത്തുന്ന PT5 എന്ന ചുരുളിക്കൊമ്പനെ ചികിത്സിക്കാൻ മയക്കുവെടി വെച്ച് പിടികൂടും. ദൗത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ. മരുന്ന് കലർത്തിയ ഭക്ഷണം നൽകി ചികിത്സ നൽകാനുള്ള ശ്രമം ഫലിച്ചില്ല. ആനയുള്ളത് മലമ്പുഴയിൽ. നീണ്ട ചർച്ചകൾക്കൊടുവിൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ വ്യാപാര കരാറിൽ ധാരണ. യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ 15%. തീരുമാനമായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയ്നും സ്കോട്ട്ലൻഡിൽ നടത്തിയ ചർച്ചയിൽ. കരാർ യൂറോപ്യൻ സാമ്പത്തിക മേഖലയ്ക്ക് വെല്ലുവിളിയെന്ന് വിലയിരുത്തൽ.